അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന കഴിക്കാനും ഉടുക്കാനും തിന്നാനും കുടിക്കാനും നടക്കാനും കിടക്കാനും ഒക്കെ സൗകര്യത്തില് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങളെ ഒരിക്കലും നിങ്ങൾ നിഷിദ്ധമാക്കല്ലേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് സമുദായത്തെ വിളിച്ചുകൊണ്ട് താക്കീത് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകളെ ഹറാമാക്കുന്നവര് ധാരാളം ഉണ്ടായേക്കാ, അല്ലെങ്കിൽ അല്ലാഹു നിഷിദ്ധമാക്കിയതിനെ ഹലാലാക്കുന്നവര് ധാരാളം ഉണ്ടായേക്കാ, അവര് ഒരുപാട് പേരുണ്ടായേക്കാ. പക്ഷെ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ അല്ലാഹു നിഷിദ്ധമാക്കിയതിനെ നിങ്ങൾ ഹലാലാക്കരുത്, അല്ലാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ നിഷിദ്ധമാക്കുകയും ചെയ്യരുത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താണ്? കുല്ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീസ്. നിങ്ങൾ ഒരിക്കലും പരിശുദ്ധമായതിനെയും മ്ലേച്ഛമായതിനെയും ഒരുമിച്ച് കൂട്ടരുത്. അത് രണ്ട് സമമല്ല, അത് രണ്ട് സമമല്ല. മ്ലേച്ഛമായത് തിന്നുന്നവര് ധാരാളം ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മോശമായത് ഉടുക്കുന്നത്, മോശമായത് പ്രവർത്തിക്കുന്നത് ആളുകൾ ആ വിഷയത്തിൽ ഭൂരിപക്ഷമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ താക്കീതാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. അള്ളാന്റെ ഹബീബ് എന്താ നമ്മോട് പറഞ്ഞത്? അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നത് എല്ലാ പരിശുദ്ധമായതും നമുക്ക് അനുവാദമുണ്ടത്രേ. അതെല്ലാം ആസ്വദിക്കാനുള്ള അനുവാദം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, കാരണം കൂടി വിശദീകരിക്കുകയാ. എന്തുകൊണ്ടാണ് പരിശുദ്ധമായതിനെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതെന്നറിയോ? എല്ലാ പരിശുദ്ധമായതിനെയും അള്ളാഹു അനുവദിച്ചു തന്നത് എന്തിനു വേണ്ടി കിട്ടുന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹു ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബാ. അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു പരിശുദ്ധനാണ്, അവന് പരിശുദ്ധമായതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു പരിശുദ്ധമായതല്ലാത്തതിനെ സ്വീകരിക്കൂല. എന്റെ സഹോദരങ്ങളെ, എന്റെ വിഷയം ഹലാൽ ഫുഡിന്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അധ്വാനിക്കുന്നത് മുതൽ, അവന് രാത്രി ചെന്ന് കിടക്കുന്ന വീട് മുതൽ, അവന്റെ പ്രിയതമയുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുതൽ, അവന്റെ സന്താനങ്ങൾ മുതൽ, അവന്റെ വാഹനം മുതൽ, അവന് കഴിക്കുന്ന ഭക്ഷണം മുതൽ, അവന് കുടിക്കുന്ന വെള്ളം മുതൽ, അവൻ ഉടുക്കുന്ന വസ്ത്രം മുതൽ, അവൻ ആശ്വസിക്കുന്ന, അവൻ ആസ്വദിക്കുന്ന അവന്റെ വായു മുതൽ, അവന്റെ എല്ലാ സംവിധാനങ്ങളും, അവന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷം മുതൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമാകണം. ഇല്ലെങ്കിൽ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യില്ല, അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കൂല. കാരണം എന്താ? ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്. മറ്റൊരു ഹദീസിൽ കാണാ, ഇന്നല്ലാഹ ജമീ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു അഴകുള്ളവനാ, അല്ലാഹു അഴകുള്ളവനാ. അഴകുള്ളതിനെ അവനെ ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഴകുള്ള പടച്ചതമ്പുരാ, അവന്റെ പ്രകാശത്തിന്റെ അഴകത്ര വലുതാണ്, വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അത് വിവരണാതീതമാണ്, അത് അവർണ്ണനീയമാണ്, അത് അചിന്തനീയമാണ്, അത് അവാച്യമാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല. അല്ലാഹു ജമീലാണ്, അഴകുള്ളവനാ. യുഹിബ്ബുൽ ജമാൽ, അവൻ അഴകുള്ളതിനെയൊക്കെ ഇഷ്ടപ്പെടുകയാണ്. വേറൊരു ഹദീസിലെ കാണാ, ഇന്നല്ലാഹ നളീ യുഹിബ്ബുൻ നളാഫാ. അല്ലാഹു ശുദ്ധിയുള്ളവനാണ്, അല്ലാഹു ശുദ്ധി ഇഷ്ടപ്പെടുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല പരിശുദ്ധനായതുകൊണ്ട് തന്നെ ആ പരിശുദ്ധനായ അല്ലാഹ് ഈ ലോകത്ത് നമ്മുടെ വീടാണെങ്കിലും, നമ്മുടെ കിടക്കയാണെങ്കിലും, നമ്മുടെ ഭാര്യയാണെങ്കിലും, നമ്മുടെ മക്കളാണെങ്കിലും, വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷമാണെങ്കിലും, നമ്മൾ കൊള്ളുന്ന കാറ്റാണെങ്കിലും, എല്ലാ ത്വയ്യിബായതിനെ അല്ലാഹു സ്വീകരിക്കൂ. അതല്ലാത്തത് അല്ലാഹു വേണ്ട.
അതെല്ലാം നമ്മൾ എത്ര സമ്പാദിച്ചാലും, ഹറാമായ സമ്പാദ്യം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ, ഹറാമായ വാഹനം നമ്മൾ സ്വായത്തമാക്കിയാൽ, ഹറാമായ മക്കളെ നാം ഉണ്ടാക്കിയാൽ, ഹറാമായ രീതിയിൽ നമ്മൾ ജീവിച്ച് കോടികൾ സമ്പാദിച്ചാൽ, എന്നിട്ട് നമ്മൾ പള്ളിയിൽ വന്ന് സുജൂദിൽ കിടക്കുമ്പോ ഇതെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുമെന്നുള്ള തെറ്റിദ്ധാരണയോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാ, നാളെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ ഒരു പഴം തുണി വലിച്ചെറിയുന്നത് പോലെ നമ്മുടെ മുഖത്തേക്ക് അല്ലാഹു സകല അമലുകളെയും വലിച്ചെറിയുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകന്, ലോകത്തിന്റെ നായകൻ, മദീനയുടെ മണവാളന്, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, നിങ്ങൾ എന്താ ഇങ്ങനെ ഈ സ്റ്റാച്ചു പോലെ ഇരിക്കുന്നത്? നിങ്ങൾ ഒന്നും തരണ്ട, പൈസയും തരണ്ട, ഒന്നും തരണ്ട, പക്ഷെ സ്ഥലത്തില്ല. ഇത് 9ാമത്തെ വാർഷികമാണ്. ഇതിനി സ്റ്റാച്യൂയുടെ 9ാമത്തെ വാർഷികമാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ തിരുത്തി പറയാണ്, ലക്ഷക്കണക്കിന് സ്വലാത്തൊന്നും ചൊല്ലിയിട്ടുണ്ടാവൂല. കാരണം ഒരാൾ പോലും സ്വലാത്ത് ചെല്ലുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ബഖീൽ പള്ളിയുടെ മുകളിൽ ടൈലിട്ട് കൊടുക്കാത്തവനല്ല, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബഖീല്. റബീഉൽ അവ്വൽ ആകുമ്പോ മരക്കമ്പിൽ പച്ചക്കൊടിയും തൊട്ടിട്ട് ഇതുവഴി നടന്നാൽ മാത്രം പോരാ, മിഠായി എറിഞ്ഞു കൊടുത്താൽ പോരാ, സ്വലാത്ത് ചെല്ലണം. നമ്മള് നല്ല ഉറക്ക സ്വലാത്ത് ചെല്ലണം, ഇവിടെയൊക്കെ കിടുങ്ങണം. ആ രീതിയിൽ നമ്മൾ സ്വലാത്ത് ചെല്ലണം. നമ്മളാക്കി മാറ്റിയത് നമ്മുടെ നായകനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമാകണം. പരിശുദ്ധമാകാത്തത് എന്തുണ്ടോ അത് അല്ലാഹു വേണ്ട. കാരണം അല്ലാഹ് പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധനായത് കൊണ്ട് തന്നെ പരിശുദ്ധമായതിനെ മാത്രമേ അവൻ ഇഷ്ടപ്പെടൂ, പരിശുദ്ധമായതിനെ മാത്രമേ അവന് സ്വീകരിക്കൂ. അല്ലാഹ് പരിശുദ്ധമല്ലാത്ത ഒന്നിനെ അല്ലാഹ് സ്വീകരിക്കില്ല. ഇനി പള്ളിയാണെങ്കിലും ശരി, ഇനി കഅബ ശരീഫ് ആണെങ്കിലും ശരി. നിങ്ങൾ നോക്ക്, കഅബ ശരീഫ് ഏത് മോഡലിലാണ്? ഇന്ന് നമ്മൾ കാണുന്ന മോഡലിലല്ല കഅബ ശരീഫ്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞ് മനോഹരമായി ഇവിടെ ഒരു മേൽക്കൂരയില്ലാത്ത ആ സ്വർണ്ണപ്പാത്തിയുടെ ചുവട്ടിൽ ഹിജ്ർ ഇസ്മായിൽ എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്, വളച്ചു കെട്ടിയിരിക്കുന്ന ഭാഗം. അത് കഅബയിൽ പെട്ടതാണ്. പക്ഷെ അന്ന് കഅബ ശരീഫ് അതിന്റെ പുനർനിർമ്മാണം നടക്കുമ്പോ ഹലാലായ പൈസ, ആ ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമേ കഅബയുടെ നവീകരണം നടത്താവൂ എന്ന തീരുമാനമെടുത്തത് അന്നത്തെ മുശ്രിക്കീങ്ങളായിരുന്നു. അന്നത്തെ മുശ്രിക്കീങ്ങളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 35ാമത്തെ വയസ്സിൽ, നുബുവത്തിനും 5 കൊല്ലം മുമ്പാണ് കഅബ ശരീഫിന്റെ നവീകരണം അന്ന് ആ കഅബാലയത്തിന്റെ നവീകരണം നടക്കുമ്പോ ഇന്ന് കാണുന്ന കോലത്തിലും മാത്രം. നമ്മൾ കണ്ടിട്ടില്ലേ, പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുക്കുമ്പോ എന്താ ചെയ്യുന്നത്? പഞ്ചായത്തിലെ ഡിമാൻഡ് ഉണ്ടായിരുന്നു 2, എനിക്കറിയില്ല, 2 റൂമേ കെട്ടാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ എന്താ നിയമമുണ്ടെന്ന് പോലും. അപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ? വെക്കുമ്പോ ഒരു വീടല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പെട്ട പലരും എന്താ ചെയ്യുന്നത്? ബേസ്മെന്റ് നല്ലതായിട്ട് ഇടും. കാരണം ഭാവിയിൽ മക്കളെ ഗൾഫിലൊക്കെ പോയി വന്നാൽ ഒരു വീട് കെട്ടാമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈ 2 റൂം കഴിഞ്ഞിട്ടുള്ള ബേസ്മെന്റിൽ മണലിറക്കി ഇടും. അപ്പൊ അറിയില്ല, പഞ്ചായത്ത് ആളുകൾ വന്ന് നോക്കുമ്പോ ആ 2 റൂം ഓക്കെ. അപ്പൊ ഈ മണലിറക്കിയിട്ടിരിക്കുന്നത് കാണില്ല. അല്ലെങ്കിൽ ടാർപ്പ വിരിച്ചിട്ടിരിക്കും, ഇല്ലെങ്കിൽ തടിയടിക്ക് വെച്ചിരിക്കും, ഇല്ലെങ്കിൽ പലക നിരത്തി വെച്ചിരിക്കും. അപ്പൊ ഇത് കാണൂല. അപ്പൊ ഉള്ള പൈസക്ക് കെട്ടിയെടുത്തു എന്നതുപോലെ കഅബ ശരീഫ് പൈസ തികയുന്ന അത്രയും കെട്ടിയെടുത്തു, ബാക്കി അങ്ങനെ തന്നെ ഇട്ടു. അത് ഇന്നും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അടുത്ത് പറഞ്ഞു, ഇനി കഅബ തൊട്ട് കളിക്കരുത്. 10 തവണ കഅബാലയത്തിനെ പുനർനിർമ്മിച്ചു. 10 തവണ. പരിശുദ്ധ കഅബാലയത്തെ എത്ര തവണ പുനർനിർമ്മാണം നടത്തിയെന്ന് ചോദിച്ചാൽ 9 തവണ. ഒരിക്കൽ മലക്കുകൾ പണിതു. അങ്ങനെ അതും കൂടെ കൂട്ടി 10 തവണ കഅബാലയത്തിന് നിർമ്മാണം നടന്നിട്ടുണ്ട്. അവസാന ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഇന്ന് ഈ കാണുന്ന കോലത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തിയിട്ട് വീണ്ടും അതിൽ എന്തൊക്കെയോ ചേഞ്ച് വരുത്താൻ പോയപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾക്ക് തൊട്ട് കളിക്കാനുള്ളതല്ല കഅബ, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ തന്നെ കിടക്കുന്നു, ലോകാവസാനം വരെ കിടക്കും. എല്ലാ നിർമ്മാണങ്ങളും എല്ലാ വികസനങ്ങളും പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ വന്നാലും കഅബാലയം അങ്ങനെ തന്നെയായിരിക്കും. മസ്ജിദുൽ ഹറമിന്റെ എല്ലാം പോയി, ഇല്ലേ? തുർക്കി പള്ളി പോയി, ബുറാക്കിനെ കെട്ടിയിരുന്ന തൂണ് പോയി. ബുറാക്കിനെ കെട്ടിയിരുന്ന തൂണുണ്ടായിരുന്നു. ഈ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ബുറാക്കിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരുന്ന ആ തൂണുണ്ടായിരുന്നു അവിടെ. അപ്പൊ അതൊക്കെ
പൊളിച്ചു, തുർക്കി പള്ളി പൊളിച്ചു, എല്ലാം പൊളിച്ചു. കഅബാലയത്തെ തൊടാൻ ഇപ്പോഴും അവർക്ക് ധൈര്യമില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ പരിശുദ്ധ കഅബ പോലും ഹലാലായത് കൊണ്ട് മാത്രം പണി കഴിപ്പിച്ചു. ബാക്കി ഭാഗം കെട്ടിയടയ്ക്കാൻ അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഇന്നിപ്പോ ഹലാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് വെക്കുക, ഹലാൽ ഫുഡ്, അത് മാത്രമേ ഹലാലുള്ളൂ. ഈ പറയുന്ന കേട്ടാൽ അത് മാത്രമേ ഹലാലുള്ളൂ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഹലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കഴിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഹലാലുള്ളൂ. അല്ല, നമുക്ക് തുടങ്ങാം. എവിടെന്ന് തുടങ്ങാം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹലാൽ എന്ന് പറയുന്ന പരിശുദ്ധമായ ആ ഒരു പരിശുദ്ധമായ ത്വയ്യിബത്ത് എന്ന് നമ്മോട് പറഞ്ഞ ആ അനുഗ്രഹീതമായ ആ ഒരു സംവിധാനം എവിടെന്ന് തുടങ്ങണം? ഈ നാടിന്റെ പേര് കുറക്കോട് എന്നാണ്. കുറക്കോട് എന്ന് പറയുന്ന ഈ നാട് പരിശുദ്ധമാകണം. ഒന്ന്, നിങ്ങൾ ഓരോന്ന് എണ്ണി വെച്ചോ. നിങ്ങൾ ഓരോന്ന് എണ്ണി മനസ്സിലാക്കിക്കോ. ആദ്യം നന്നാകേണ്ടത് എവിടെയാണ്? നമ്മുടെ ഈ നാട്. ഞാൻ ഈ നാട്ടിൽ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് ഈ നാടിന്റെ പേര് പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്റെ ജന്മനാടാകുന്ന പനവൂര്, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന മണക്കാട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു നാടാണോ നമ്മളുള്ളത് ആ നാട് ത്വയ്യിബത്താകണം. വിശുദ്ധ ഖുർആനിൽ ചില നാടുകളെ പറ്റി ത്വയ്യിബത്ത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്ക്. ഹലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും കരുതുന്നത് പോലെ കയറിയിരുന്ന് ബീഫും പൊറോട്ടയും കഴിക്കുന്നതിൽ മാത്രമേ ഹലാലുള്ളൂ എന്ന് ധരിച്ചു പോകരുത്. എന്റെ അമുസ്ലിം സഹോദരങ്ങൾ നിരവധി ഈ നാട്ടിലുണ്ട്. അവരും കൂടെ കേൾക്കാൻ പറയാ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ കഴിക്കുന്നതിൽ മാത്രമല്ല നമുക്ക് നിയമങ്ങളുള്ളത്. ഒന്നാമതായി നമ്മുടെ നാട് ത്വയ്യിബത്താകണം. നമ്മുടെ നാട് ത്വയ്യിബത്താകണം. എന്താണ് ഹലാൽ എന്ന് ചോദിച്ചപ്പോഴല്ലേ അള്ളാഹുവിന്റെ കലാം മറുപടി കൊടുത്തത്? ത്വയ്യിബാത്തൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. അപ്പൊ നമ്മുടെ നാട് ഒന്നാമത് ത്വയ്യിബാകണം. എങ്ങനെ ത്വയ്യിബ്? ഒരു ത്വയ്യിബായ നാടിനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തി സൂറത്തു സബഇൽ. വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹു പറഞ്ഞത് എന്താണ്? മനോഹരമായ സബ എന്ന് പറയുന്ന ആ യമൻ എന്ന് പറയുന്ന നാട്ടിൽ അവിടത്തെ സബ എന്ന് പേരുള്ള നാട്ടുമൂപ്പന്റെ പേരാണ് സബ. സബ എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങളെ നാട്ടുമൂപ്പന്റെ പേരാണ്. അവിടുത്തെ പ്രമാണിയുടെ പ്രഭുവിന്റെ പേരാണ് സബ. അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ ആ ഗ്രാമത്തിന് വന്നു. സഹോദര, യമൻ എന്ന് പറയുന്ന ആ മനോഹരമായ നാടാണ്. ആ മനോഹരമായ യമൻ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹങ്ങൾ സൂറത്ത് സബ എടുത്തെന്ന് പരിശോധിച്ചാൽ കാണാം. അത് വിശദീകരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. ഒരു തോട്ടം എന്ന് പറയുന്ന മനോഹരമായ തോട്ടം. ആ തോട്ടം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ഭക്ഷണം കിട്ടും, ഏത് സമയത്തും ഫലം കിട്ടും, ഏത് സമയത്ത് പഴവർഗ്ഗങ്ങളെ കിട്ടും. അള്ളാഹു അങ്ങനെ ഒരു നാട് ലോകത്തെങ്ങും കൊടുത്തിട്ടില്ല. ഈത്തപ്പഴം പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ഘട്ടങ്ങളിൽ നമ്മൾ ശേഖരിച്ചു വെച്ചാലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. എന്നാൽ ഏത് സമയത്തും മനോഹരമായ ഫലവർഗ്ഗങ്ങളുള്ള, എങ്ങനെയാണ് ഫലവർഗ്ഗങ്ങൾ കിട്ടുന്നത്? ഒരിക്കലും ആ മരത്തിലെ കയറണ്ട, ആ മരത്തിലെ തോട്ട കെട്ടിയിട്ട് വലിച്ചിടണ്ട, ആ മരത്തിലേക്ക് കല്ലുവാരി എറിയണ്ട. ചരിത്രം രേഖപ്പെടുത്തുന്നത് ഒരു പെണ്ണങ്ങാനം അതിന്റെ ചുവട്ടിലൂടെ, മരങ്ങളുടെ ചുവട്ടിലൂടെ ഒരു കുട്ടയും കൊണ്ടുപോയാൽ ആ കുട്ട നിറയെ പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന മനോഹരമായ സ്വാദിഷ്ടമായ കാണാൻ മുഞ്ചുള്ള പഴവർഗ്ഗങ്ങൾ കൊണ്ട് ധന്യമായിരുന്ന നാടായിരുന്നു. മനോഹരമായ നാടാണ്. റോഡിന്റെ രണ്ടു ഭാഗത്ത് യമീനിലും ശിമാലിലും വലത്തും ഇടത്തുമായിട്ട് രണ്ട് തോട്ടങ്ങളാണ്. ആ നാടിന്റെ പ്രത്യേകത അറിയണോ? പാമ്പില്ല, തേളില്ല, പേനില്ല. ആ നാട്ടിൽ ഇടജന്തുക്കളില്ല, പട്ടിയില്ല, ഒന്നുമില്ല. പുറം നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണ്, അവളുടെ തലയിൽ പേനുണ്ടല്ലോ, ആ പേനോടുകൂടി സബ എന്ന നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ആ നാടിന്റെ പരിമളം, മനോഹരമായ പരിമളം കാരണത്താൽ ആ പെണ്ണിന്റെ തലയിൽ കിടക്കുന്ന പേന ചത്തു വീഴുമെന്നാണ് ചരിത്രം പറയുന്നത്. പാമ്പുകളില്ല, തേളുകളില്ല, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ട നാടാണ്. ആ നാടാണ് സബ എന്ന് പറയുന്ന നാട്. ആ സബ എന്ന നാട്ടുകാരോടല്ല പറഞ്ഞതെന്താണ്? കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബാ വറബ്ബുൻ ഗഫൂർ. അല്ലാഹു
അവരോട് പറഞ്ഞു, കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള നിങ്ങളുടെ പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന റിസ്ഖിൽ നിന്ന് നിങ്ങൾ കഴിക്കുക. വഷ്കുറൂ ലഹു, എന്നിട്ട് പടച്ചവനോട് നന്ദി കാണിക്കുക, അല്ലാഹുവിനോട് നന്ദി കാണിക്കുക. ബൽദത്തുൻ ത്വയ്യിബായ മനോഹരമായ നാടാണ്. റബ്ബുന ഗഫൂർ, പരിശുദ്ധമായ നാടാണെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ മണ്ണാണിത്. ഈ സബ എന്ന് പറയുന്ന മണ്ണിൽ താമസിക്കുന്നവരെ, യമന്റെ തലസ്ഥാന സൻആയാണ്. ഈ യമൻ എന്ന രാജ്യത്തുള്ള ഓരോ വ്യക്തികളോടും അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് യഥേഷ്ടം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് സന്തോഷത്തോടെ വെള്ളം കുടിക്കാം, മനോഹരമായ കളകളാരവം മുഴങ്ങുന്ന ഒരുപാട് അരുവികൾ തോട്ടത്തിന്റെ അടിഭാഗത്തു കൂടി അല്ലാഹു കൊടുത്തു. ഇതെല്ലാം നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ നന്ദികേട് കാണിച്ചു, അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവര് ധിക്കാരികളായി മാറിയപ്പോ അള്ളാഹു അവർക്ക് എന്താ പണി കൊടുത്തതെന്നറിയോ? പരിശുദ്ധമായ നാടെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത നാട്. ആ നാടിനെ അള്ളാഹു പ്രളയത്തിലൂടെ നശിപ്പിച്ചു കളഞ്ഞു. ഏത് പ്രളയമാണെന്നറിയോ സഹോദരങ്ങളെ? അവിടെ മാരിബ് എന്ന് പറയുന്ന പട്ടണമാണ്. ആ മാരിബ് പട്ടണത്തിന്റെ അണക്കെട്ടുണ്ടായിരുന്നു പണ്ട്. അവിടെ ആ നാട്ടില് അവിടത്തെ ഓരോ പ്രമാണികൾക്കുണ്ടായിരുന്ന, ഓരോ പ്രഭുക്കൾക്കുണ്ടായിരുന്ന, ഓരോ നേതാക്കന്മാർക്കുണ്ടായിരുന്ന അവിടത്തെ എല്ലാ സാമർത്ഥ്യവും അവിടെ നിലനിൽക്കവേ, സഹോദരങ്ങളെ ചിന്തിക്കണേ, ബൽക്കീസ് രാജ്ഞി പണിത ഒരു വലിയ അണക്കെട്ടുണ്ടായിരുന്നു. ബൽക്കീസ് രാജ്ഞി പണിത അണക്കെട്ടായിരുന്നു. എന്തണക്കെട്ടെന്നറിയോ? വലിയ വലിയ പൊടുകൂറ്റം പാറകളും ടാറും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ അണക്കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചെറിഞ്ഞു. അവസാന മനോഹരമായ നാട് ഒന്നാകെ ഒലിച്ചുപോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഉപയോഗമില്ലാത്ത മുളകളായി മാറി, ഇലന്ത വൃക്ഷങ്ങളായി മാറി, യാതൊരു ഉപയോഗമില്ലാത്ത കൈപ്പുള്ള കുറെ വസ്തുക്കളായി വൃക്ഷമായി അല്ലാഹു ആ നാടിനെ മാറ്റിക്കളഞ്ഞു. ഏത് നാടിനെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു നശിപ്പിച്ചത്? ആ നാട്ടിലെ തോട്ടത്തിന്റെ ചുവട്ടിലൂടെ, മരത്തിന്റെ ഇടയിലൂടെ ഒരു പെണ്ണ് കുട്ടയും കൊണ്ടുപോയാ ആ പെണ്ണ് മരം പിടിച്ച് കുലുക്കണ്ട, ആ മരത്തിന്റെ മുകളിൽ കയറണ്ട. അവരുടെ കുട്ട നിറച്ച് ഫലവർഗ്ഗങ്ങൾ കിട്ടുന്ന, ഫ്രൂട്ട്സ് കിട്ടുന്ന, പഴവർഗ്ഗങ്ങൾ കിട്ടുന്ന ഒരു സീസണല്ല, അൺസീസണല്ല, ഏതും സമയത്തും എപ്പോഴും അവിടെ നിങ്ങൾക്ക് സുലഭമായ പഴവർഗ്ഗങ്ങളല്ല. ആ മാരിബ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സഭ എന്ന് പറയുന്ന നാട്ടില് മനോഹരമായ തോട്ടത്തെ മാരിബ് അണക്കെട്ടിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹു നശിപ്പിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ആർക്കും ഉപയോഗമില്ലാത്ത ഇലന്ത മരങ്ങള്, അവിടെ കൈപ്പുള്ള മരങ്ങള്, അതുപോലെ മുളക്കൂട്ടങ്ങളെ കൊണ്ട് അല്ലാഹു ഇവിടെ നിറച്ചു കളഞ്ഞു. ഈ പറയപ്പെട്ട എല്ലാ ഫലവർഗ്ഗങ്ങളെയും പരിശുദ്ധിയും മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലാഹു മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് അവരെ അംഗീകരിച്ചില്ല. ഏത് ഡിമാൻഡാണെന്നറിയോ സഹോദര? അല്ലാഹു പറഞ്ഞത് എന്താണ്? വഷ്കുറൂ ലഹു, അല്ലാഹുവിന് നന്ദിയുള്ളവരായി മാറുക. അവര് നന്ദികേട് കാണിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട്ടില് അല്ലാഹു പരിശുദ്ധി ഉണ്ടാക്കണമെങ്കിൽ ആ നാട്ടുകാര് നന്ദിയുള്ളവരാവുക. ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ നന്ദികേട് കാണിച്ചാൽ അവിടുത്തെ നമസ്കാരക്കാരനും അത് ബാധിക്കുന്നതാണ്, അവിടുത്തെ നോമ്പുകാരിക്കും അത് ബാധിക്കുന്നതാണ്, അവിടുത്തെ സാത്വികനും വിശുദ്ധനും എല്ലാവർക്കും ആ വിപത്ത് വരുന്നതാണ്. അതുകൊണ്ടൊരു നാട് നന്നാകണം, ആ നാട് പരിശുദ്ധമാകണം. ബൽദത്തുൻ ത്വയ്യിബാ, പരിശുദ്ധമായ നാടായ നാട് മാറണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായ ഖുർആൻ പറഞ്ഞ സൂറത്തു സബ. എന്റെ സഹോദരങ്ങളെ, പിൽക്കാലത്ത് അണക്കെട്ട് പൊട്ടിയിട്ട് ജലപ്രളയമുണ്ടായി. അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ആ നാടിനെ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ നാട് ഒന്നാമതായിട്ട് നന്നാകണമെങ്കിൽ നാട്ടുകാര് മുഴുവനും നന്ദിയുള്ളവരാകണം. ഒരാള് നമ്മുടെ നാട്ടില് കുഴപ്പക്കാരനായാൽ എല്ലാം തീർന്നു. പക്ഷേ നാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മോശമായി നടക്കുന്നത് കണ്ടാൽ അയാളോട് അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകണം. എന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്, കൃത്യമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന, കൃത്യമായി ഇബാദത്തുകളൊക്കെ ഉണ്ട്.
നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മദ്യപിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മോശമായ നിലയിൽ കഞ്ചാവിന് അടിമയാണ്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അവിടെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എന്ത് വേണം? ആദ്യം അവനെ കൈകൊണ്ട് തടുക്കാൻ നിനക്ക് കഴിയണം. കൈകൊണ്ട് തടുക്കണം. അവന്റെ കയ്യിരിക്കുന്ന മദ്യത്തിന്റെ കുപ്പി വാങ്ങി എറിഞ്ഞ് പൊട്ടിക്കാൻ നിനക്ക് കഴിയണം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് നാവ് കൊണ്ട് അവനെ ഒന്ന് ഉപദേശിക്കാൻ കഴിയണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അവനെ ഒന്ന് വെറുത്ത്, അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ വെറുത്ത്, അവൻ നീ കാണിക്കുന്ന വെറുപ്പ് അവന്റെ തിന്മയുടെ നിദാനമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി. നീ ഈ മൂന്നാലൊരു രീതിയിൽ അവനെ അത് തടഞ്ഞില്ല എങ്കിൽ നീയും ആ വിഷയത്തിൽ കുറ്റക്കാരനാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ ദഅവത്തുമായി കടന്നു വന്നപ്പോ സത്യനിഷേധികൾ ചോദിച്ചു, നീ പ്രവാചകനാണെന്ന് എന്ത് തെളിവാ? നീ പ്രവാചകനാണെന്ന് എന്ത് തെളിവുണ്ട്? ആ സമയത്ത് സ്വാലിഹ് നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്ത് തെളിവാ വേണ്ടത് ഞാൻ പ്രവാചകനാണെന്നതിന്? അവൻ പറഞ്ഞു, ആ കാണുന്ന വലിയ പാറക്കെട്ടിൽ നിന്ന് ഗർഭിണിയായ ഒരു ഒട്ടകത്തെ. നിങ്ങൾ പറഞ്ഞ ന്യായം എന്തെന്നറിയോ? അറുക്കാൻ പിടിച്ചപ്പോൾ ഒരാളും പറഞ്ഞില്ല അത് ചെയ്യരുതേ, പടച്ചവന്റെ വിപത്തിറങ്ങുമെന്ന് പറഞ്ഞില്ല. എല്ലാരും അവൻ ചെയ്തോട്ടെ, അവൻ അനുഭവിച്ചോട്ടെ, അനുഭവിച്ചത് ഒരുമിച്ചായി പോയി. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാട് നന്നാകലാണ്, ഒരു നാട് ത്വയ്യിബാകലാണ്. ബൽദത്തുൻ ത്വയ്യിബാ, പരിശുദ്ധമായ നാടായി നമ്മുടെ നാട് മാറേണ്ടതുണ്ട്. ഒന്നാമതായി സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ രണ്ടാമതാകട്ടെ ഈ നാട് മാത്രമല്ല, ഈ നാട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ ചെരുപ്പിൽ പറ്റുന്ന, നമ്മുടെ കാൽപാദത്തിൽ പറ്റുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് പരിശുദ്ധമാകണമെന്ന, ഈ മണ്ണ് പരിശുദ്ധമാകണമെന്ന പരിശുദ്ധമായ മണ്ണിനെ പറ്റിയാണ് അല്ലാഹു രണ്ടാമതായി പറഞ്ഞത്. എവിടെയാണല്ല പറഞ്ഞതെന്നറിയോ? അതേ സൂറത്തുൽ മാഇദയില് അല്ലാഹു പറയുകയാണ്, ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ. നിങ്ങൾ പരിശുദ്ധമായ മണ്ണ് കൊണ്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്യുക. ഫംസഹൂ ബിവുജൂഹികും വഅയ്ദീകും മിൻഹു, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ രണ്ട് കൈകളും തടകുക മണ്ണുപയോഗിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണേ, രണ്ടാമത് അല്ലാഹു ത്വയ്യിബത്ത് എന്ന് പറഞ്ഞതാ നാടിനെ പറ്റിയല്ല, നാടിലെ മണ്ണിനെ പറ്റിയാ. ഇവിടത്തെ മണ്ണ് പരിശുദ്ധമാകണം, ത്വയ്യിബത്താകണം. എന്നാലേ നമ്മുടെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുകയുള്ളൂ. ഇവിടത്തെ മണ്ണ് എങ്ങനത്തെ മണ്ണാകണം സഹോദരാ? തയമ്മം ചെയ്യേണ്ടി വന്നാ തയമ്മം ചെയ്യാൻ പറ്റുന്ന മണ്ണാകണം. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് ഭൂമി മുഴുവനും നമസ്കാര സ്ഥലമാക്കി തന്നു അല്ലാ. എനിക്ക് ഭൂമിയിൽ എവിടെ വേണോ നമസ്കരിക്കാൻ പള്ളി തന്നെ വേണമെന്നില്ല, എനിക്ക് പള്ളിയിൽ തന്നെ നമസ്കരിക്കണമെന്നില്ല. അത് നമ്മൾ വ്യക്തമായി 2 കൊല്ലം കൊണ്ട് കണ്ടില്ലേ സഹോദരങ്ങളെ? നമ്മൾ പള്ളിയിലെല്ലാരും നിസ്കരിച്ചിട്ടില്ല, പക്ഷേ കഴിഞ്ഞു പോയ 2 വർഷത്തെ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും വീട്ടിലായിരുന്നല്ലോ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് എവിടെ പോയാലും നമുക്ക് നമസ്കരിക്കാം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം, കപ്പലിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം. എവിടെയാണോ യാത്ര ചെയ്യുന്നത് അവനെല്ലാം നമസ്കരിക്കാം. പടച്ചതമ്പുരാ ഭൂമി പള്ളിയാക്കി കൊടുത്തിരിക്കുകയാ. അത് ഈ ഉമ്മത്തിന് അല്ലാഹു തന്ന സൗഭാഗ്യമാണ്. പിന്നെ റസൂലുള്ള പറഞ്ഞത് എന്താണ്? മണ്ണ് എനിക്ക് വെള്ളത്തിന് പകരമാക്കി തന്നു അല്ലാ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കയ്യിലോ കാലിലോ മുഖത്തോ ഒരു മുറിവുണ്ടെന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് പനി പിടിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ വെള്ളം തീർന്നു പോകുന്നൊരവസ്ഥ വരട്ടെ, പള്ളിയിലെ ബാങ്ക് വിളിക്കുമ്പോ എങ്ങനെയാ നമസ്കരിക്കുക? എങ്ങനെയാണ് നമസ്കരിക്കാൻ കഴിയുക? എന്റെ സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വെള്ളമില്ലാത്തത് കൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കലല്ല. പിന്നെയോ ഇവിടെ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണിലടിച്ചിട്ട് തയമ്മം ചെയ്ത് നിസ്കരിക്കാ. പരിശുദ്ധമായ മണ്ണാകണം നമ്മുടെ മണ്ണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ.
നമ്മുടെ നാട്ടിലെ മണ്ണ് സഈദായ തയ്യിബത്തായ മണ്ണാകണമെന്ന ഒരു നാട് തൊയ്യിബായ പോരാ, ആ നാട്ടിലെ മണ്ണും തൊയ്യിബത്താകണമെന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പടച്ചവ നമുക്ക് തന്ന ഫളിലാണ് തയമ്മും എന്ന് പറയുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബാക്കൾ നബിയും പ്രിയപ്പെട്ട നബിയും സഹാബത്തെ കടന്നു വരികയാ. ഓരോ യാത്രയിലും നബി തങ്ങൾ ഓരോ ഭാര്യമാരെ കൊണ്ടുപോകും. അവരിൽ ആരെയാണോ നറുക്ക് വീഴുന്നത്, നറുക്കിട്ടിട്ട് ആരുടെ പേരാണോ നറുക്കിൽ വീഴുന്നത്, ആ വീഴുന്ന പേരുള്ള പെണ്ണിനെ, ഭാര്യയെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ അല്ലാഹുവിന്റെ റസൂൽ യാത്രയിൽ കൊണ്ടുപോകുമായിരുന്നു. സഹോദരങ്ങളെ, ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് തനിക്ക് തന്റെ അസുമ എന്ന് പറയുന്ന സഹോദരിയിൽ നിന്ന് വാങ്ങിയ മാല, ആ മാല കളഞ്ഞു പോയത് ആയിഷ ബീവിയുടെ കഴുത്തിൽ കിടന്ന മാല. ഏതൊരു പെണ്ണും പുറത്തു പോകുമ്പോൾ മാല ഇടാറുണ്ടല്ലോ. സ്വർണം എന്ന് പറയുന്നവർക്ക് സ്വർഗം തന്നെയാണ്. ആ പെണ്ണിന്റെ ഒരു വീക്ക്നെസ് ആണ്, പെണ്ണിന്റെ ഒരു ദൗർബല്യമാണ് സ്വർണമെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ സ്വർണമില്ല. ചോദിച്ചു അസുമായിനോട്, ചോദിച്ചു അസുമ എന്ന് പറയുന്നത് ആയിഷയുടെ ഉമ്മയുടെ മോളല്ല, ആയിഷയുടെ ഉപ്പ അബൂബക്കറിന്റെ മോളാണ്, മറ്റൊരു ഭാര്യയിലുള്ള മോളാണ്. അസുമായിൽ നിന്ന് ഒരു മാല കടം വാങ്ങിയിട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനത്തെ മാലയെന്നറിയോ? ഇന്ന് നമ്മുടെ തള്ളവിരലിന്റെ വലിപ്പമുള്ള മാലയല്ല, കൈപ്പറ്റിയുടെ വലിപ്പമുള്ള മാലയല്ല. ആ മാലയുടെ മുൻഭാഗത്ത് മാത്രമേ സ്വർണമുള്ളൂ. അതിന്റെ പുറകുവശത്തെ ചരടാണ്, തുണിയിനാലുള്ള നൂലിനാലുള്ള ചരടാണ്. അത്രയും സ്വർണത്തിന്റെ കമ്മി ഉണ്ടായിട്ട് ജീവിച്ച പ്രിയപ്പെട്ട ഭാര്യ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഭാര്യ തന്റെ സഹോദരിയിൽ നിന്ന് കടം വാങ്ങിയിട്ട്, അസുമ എന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് ആ മാല ധരിച്ചുകൊണ്ട് പോകുമ്പോ തിരികെ വരുന്ന സമയത്താണ് അവർക്ക് പ്രത്യേകമായ പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടി വന്നത്. ആ സമയത്ത് ആയിഷ ബീവി അവിടെ പോയി. തിരികെ വന്നപ്പോ മാല കാണാനില്ല. ചരിത്രം വിശാലമാണ്. അങ്ങനെയാണ് സഹോദരങ്ങളെ സൂറത്തുൻ നൂർ ഇറങ്ങാനുള്ള കാരണം അവിടെയാണ്. വ്യഭിചാരോപണം നടത്തി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പറ്റിയിട്ട് വ്യഭിചാരോപണം നടത്തി. അവസാനം നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ രണ്ടാം കൊല്ലത്തെ യാത്ര വന്നു. ആ യാത്രയിലും ആയിഷയുടെ പേര് തന്നെ വീണു. ആയിഷ റളിയല്ലാഹു തആല അൻഹ. വീണ്ടും എന്റെ പ്രിയ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ അനുഗമിക്കുകയാ. അനുഗമിച്ച് തിരികെ വരുമ്പോ പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് ഇതുപോലെ തന്നെ. ആയിഷ ബീവി കാരണം അവർക്ക് യാത്ര മുടങ്ങേണ്ടി വന്നു. എന്തോ കാരണത്തിന്റെ പേരിൽ യാത്ര മുടങ്ങിയപ്പോ അന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ യാത്രക്കാര് തങ്ങിയ പ്രദേശത്ത് വെള്ളമില്ലാത്ത നാടാണ്. അന്ന് കൊടും വെയിലാണ്, മഴയില്ല. സഹോദരങ്ങളെ, കുടിക്കാൻ വെള്ളം കുറച്ച് കയ്യിലുണ്ട്. പക്ഷേ നേരം വെളുക്കുമ്പോൾ എങ്ങനെയാണ് സുബഹി നമസ്കരിക്കുക? നേരം വെളുക്കുമ്പോ എങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്തിട്ട് ശൗചം ചെയ്യുക? ആ സമയത്ത് എല്ലാവരും വിഷമിച്ചു. ആളുകൾ ഓടിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ, നിന്റെ മോള് വല്ലാത്ത കാര്യം തന്നെയാണ്. ഇപ്പോഴും നമ്മളെ ഇടങ്ങേറാക്കുകയാണല്ലോ. ഇവിടെ വെള്ളമില്ലാത്ത നാട്ടിൽ താമസിക്കേണ്ടി വന്നല്ലോ. ഈ രാത്രി തന്നെ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും വെള്ളമുള്ള പ്രദേശത്തെത്തുമായിരുന്നല്ലോ. ഇവിടെ നമ്മൾ തങ്ങേണ്ടി വന്നത്, യാത്ര ചെയ്ത് ഇവിടെ തങ്ങേണ്ടി വന്നത് ആയിഷ ബീവി കാരണമാണ്. അബൂബക്കറെ, വല്ലാത്ത കഷ്ടമാണെന്ന് പറഞ്ഞ് വാപ്പയല്ലേ മഹാനായ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് സഹാബത്തിന് പറയാൻ പറ്റോ? ഭർത്താവിനോട് പരിഭവം പറയാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് ഉപ്പാനോട് പരാതി പറഞ്ഞു ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? എന്റെ ആയിഷ ഇങ്ങനെ ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുകയാണല്ലോ, ജനങ്ങളെ ഇടങ്ങേറാക്കുകയാണല്ലോ, രണ്ട് കൊടുക്കണമെന്ന നീയത്തോടെ കടന്നു ചെല്ലുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനിതാ ആയിഷയുടെ മടിയിൽ കിടക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ശിരസ് ചേർത്ത് വെച്ച് കിടക്കുകയാ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നബിതങ്ങൾ ഉണർന്നാലോ, നബിതങ്ങൾ മടിയിൽ തല വെച്ച് കിടക്കുകയല്ലേ. എന്നാലും ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന പിതാവ് എന്ത് ചെയ്തെന്നറിയോ? എന്തിനാ നീ നാട്ടുകാരെ ഇടങ്ങേറാക്കിയത്? നീ കാരണമല്ലേ, നിന്റെ അശ്രദ്ധ കാരണമല്ലേ യാത്ര മുടങ്ങിയത്?
ഇവിടെ വെള്ളമില്ലാത്ത ഏരിയയാണ്, എങ്ങനെ നാളെ സുബഹി നമസ്കരിക്കും, വല്ലാത്ത വിഷമമാണ് എന്ന് പറഞ്ഞിട്ട് ആയിഷയുടെ തോളിൽ ഒരു കുത്തു വെച്ച് കൊടുത്തു. ആയിഷ ബീവി പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് നന്നായിട്ട് വേദനിച്ചു, പക്ഷേ എഴുന്നേറ്റ് ശരീരം മുഴുവൻ തടകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു ടെൻഡൻസി എനിക്കുണ്ടായി. പക്ഷേ എന്റെ ഹബീബ് ഉറങ്ങുകയല്ലേ, എന്റെ പ്രവാചകന്റെ ഉറക്കം നഷ്ടപ്പെടരുതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ കടിച്ചിറക്കി വേദന. എന്റെ വാപ്പ എന്നെ തല്ലിയത് എനിക്ക് വല്ലാത്ത വേദന വന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല കരഞ്ഞു. പക്ഷേ കണ്ണുനീര് റസൂലുള്ളാഹിന്റെ മുഖത്ത് വീഴാൻ അനുവദിച്ചില്ല. സഹോദരങ്ങളെ, നേരം വെളുത്തെഴുന്നേൽക്കുമ്പോ വെള്ളമില്ലാത്ത മണ്ണിലതാ മുത്തുനബിയുടെ നെറ്റിത്തടം വിയർക്കുകയാ, മുത്തുനബിയുടെ നെറ്റിത്തടം വിയർക്കുകയാ. ആയത്തിറങ്ങി. എന്താ ആയത്തെന്നറിയോ? നിങ്ങളൊരു നാട്ടിലെത്തിയാൽ, നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ സ്പർശിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തൊടാൻ പറ്റാത്തൊരു ഗതി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെള്ളം നിങ്ങൾ എത്തിച്ചില്ലെങ്കിൽ, പരിശുദ്ധമായ മണ്ണെടുത്തിട്ട് നിങ്ങൾ തയമ്മം ചെയ്യണേ. ഈ ആയത്തിറങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആഹ്ലാദിക്കുകയാ. സഹാബാക്കൾ അബൂബക്കർ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സിദ്ദീഖേ, ഞങ്ങളെ കുറ്റം പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ആയിഷ എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാരണത്താൽ അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാ. അബൂബക്കറിന്റെ കുടുംബം വീണ്ടും ഞങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുകയാ. ആയിഷ ബീവി ഇവിടെ നിന്നത് കൊണ്ടല്ലേ ഇവിടെ കിടക്കേണ്ടി വന്നത്, ഇവിടെ കിടന്നത് കൊണ്ടല്ലേ വെള്ളമില്ലാത്ത മണ്ണിൽ ഞങ്ങൾ പരാതിപ്പെട്ടത്. അങ്ങനെ പരാതിക്ക് പരിഹാരമല്ലേ പരിശുദ്ധ ഖുർആനിൽ തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത്. ആയിഷ ബീവിയാണ് തയമ്മമിന്റെ ആയത്തിറങ്ങാൻ കാരണക്കാരിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണ് പരിശുദ്ധമാകണം, മണ്ണ് പരിശുദ്ധമാകണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ തയമ്മുമിന്റെ കാരണക്കാരി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പള്ളിയിലൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും മതപരമായിട്ടുള്ള നമ്മുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഒരു അശ്രദ്ധയും നമ്മൾ വിചാരിക്കരുത്. പഠിക്കാൻ മനസ്സുണ്ടാകണം, അത് നമ്മുടെ ആവശ്യമാണ്. ഇന്ന് പള്ളികളിൽ നിങ്ങൾ നോക്ക്, കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ട് ആളുകൾ വരുന്നുണ്ട്, ബാൻഡേജ് ഒട്ടിച്ചു കൊണ്ട് വരുന്നുണ്ട് ആളുകൾ. എങ്ങനെ ഒതു ശരിയാകും? അവർക്കറിയില്ല അത്രയും ഭാഗത്ത് വെള്ളം ചേർന്നില്ല എങ്കിൽ തന്റെ നിസ്കാരം സഹിയായിട്ടില്ല എന്ന്. ഇവിടെ ഹനഫി മദ്ഹബ അല്ലല്ലോ, ഷാഫി എന്നല്ലോ. അപ്പൊ ആ മസാല നമ്മൾ പഠിക്കണ്ടേ? എന്തിനു വിഷമിക്കണം? നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കഴുകാൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളമില്ലാത്തൊരു ഭാഗത്ത് നമ്മൾ എത്തപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം തൊട്ടുകൂടാ എന്ന് ഏതെങ്കിലും നിപുണന്മാരായ ഡോക്ടർമാര് നമുക്ക് വിധി എഴുതിയാൽ, അള്ളാഹു നമുക്ക് പരിഹാരം തന്നത്, വേണ്ട, പച്ച മണ്ണിൽ അടിച്ചിട്ട് നിങ്ങൾ തയമ്മം ചെയ്തിട്ട് നമസ്കരിക്കുക. കാരണം അള്ളാഹുവിന്റെ ഫളില്, പടച്ചവന്റെ ഔദാര്യം. നമ്മുടെ നാട്ടിലെ മണ്ണും ത്വയ്യിബത്താകണം, പരിശുദ്ധമായ മണ്ണാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിലെ മണ്ണ് പരിശുദ്ധമാകണ്ടേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമാണോ? അല്ല, നമ്മുടെ നാട്ടിലെ മണ്ണ് പോലും പരിശുദ്ധമാകണം. നമ്മുടെ നാട്ടിലെ മണ്ണ് പോലും പരിശുദ്ധമാകണം. ഏതെങ്കിലും ഒരു വസ്തുവിൽ പട്ടി തൊട്ടാൽ, നായ തൊട്ടാൽ, ശ്വാനം തൊട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 വെള്ളം എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം നമ്മൾ കഴുകണം. അതിൽ കൃത്യമായി 1 പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം. മണ്ണിന് അതിനുള്ള കഴിവുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോ രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മുടെ നാട് മാത്രമല്ല, നമ്മുടെ മണ്ണും പരിശുദ്ധമായിരിക്കണം. നമ്മുടെ മണ്ണും പരിശുദ്ധമായിരിക്കണം. തീരുന്നില്ല. അപ്പൊ നാടായി, മണ്ണായി. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മളാകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ നന്മ, ആ വ്യക്തിയുടെ പരിശുദ്ധിക്ക് അപ്പുറത്ത് നാം പറഞ്ഞു വന്ന നാടിന്റെ പരിശുദ്ധിയാണ്, ആ നാട്ടിലെ മണ്ണിന്റെ പരിശുദ്ധിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളും ത്വയ്യിബത്താകണം. വീട്ടിന്റെ മുറ്റത്തേക്കുന്ന വൃക്ഷങ്ങൾ പോലും ത്വയ്യിബത്താകണം എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാണ്ട് കഞ്ചാവ് കൃഷി പറ്റൂല എന്നർത്ഥം.
കഞ്ചാവ് കൃഷി പറ്റൂല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പോലും പരിശുദ്ധമായിരിക്കണം. ലഹരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൃക്ഷങ്ങളാകാൻ പാടില്ല, സസ്യങ്ങളാകാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിലാണോ നമ്മൾ ആ ഹറാമും ഹലാലും മാത്രം കാണുന്നത്? അല്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷത്തിൽ പോലും നമ്മൾ അത് ത്വയ്യിബത്താകണം, പരിശുദ്ധമാകണമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ഉദാഹരണം അല്ലാഹ് പറയുമ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞതെന്നറിയോ? അലം തറ കൈഫ ലറബല്ലാഹു മസലൻ അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബാ കശദറത്തിൻ ത്വയ്യിബാ. അല്ലാഹു പരിചയപ്പെടുത്തുന്നത്, സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ അല്ലാഹു മനുഷ്യന്റെ ഉപമ പറഞ്ഞത് പരിശുദ്ധമായ വൃക്ഷത്തോടാണ്. പരിശുദ്ധമായ വൃക്ഷത്തോട് മനുഷ്യനെ ഉപമിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിമിന്റെ ഉദാഹരണം അല്ലാഹു പറഞ്ഞത് എന്തിനെ പറഞ്ഞുകൊണ്ടാണെന്നറിയോ? ഒരു മുസൽമാന്റെ ഉദാഹരണത്തെ പറയാൻ അല്ലാഹു തആല ആ വീടിനെ ഉദാഹരിച്ചില്ല, ആ നാട്ടിലെ പള്ളിയെ ഉദാഹരിച്ചില്ല. അല്ലാഹു പറഞ്ഞത് എന്താണ്? കശദറത്തിന് ത്വയ്യിബാ, കശദറത്തിന് ത്വയ്യിബാ, ഒരു പരിശുദ്ധമായ വൃക്ഷമാണത്രേ. അല്ലാഹു പരിശുദ്ധമായ വൃക്ഷമെന്ന് പരിചയപ്പെടുത്തുന്നു. ഏതാണ് പരിശുദ്ധമായ വൃക്ഷം? അത് മുഅ്മിനാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ, അടിവേരുകൾ, തായ്വേരുകൾ ഉറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ മാനമുട്ട ഉയർന്നു നിൽക്കുകയാണ്. പടച്ചവന്റെ കൽപ്പനയനുസരിച്ച് അതിന്റെ ഫലം എല്ലാ പ്രാവശ്യവും അല്ലാഹുവിന്റെ അടിമകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാ. കർഷകന് അതിന്റെ ഫലം എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഈ ഉദാഹരണം ആരെ പറ്റിയാണല്ല പറഞ്ഞതെന്നറിയോ? ചിന്തിക്കുക. ശജറത്തിന് തയ്യിബ, പരിശുദ്ധ വൃക്ഷമെന്ന് പറഞ്ഞാൽ അത് ഞാനാണ്, അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്തേ അല്ലാഹു ഉദാഹരിച്ചതെന്നറിയോ? അസ്ലുഹാ സാബിത്തുൻ എന്ന് പറഞ്ഞാൽ അടിവേര് തായ്വേര് ഭൂമിയിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ വിശുദ്ധമായ കലിമ ഉറച്ചു എന്നാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അമലുകൾ എങ്ങനെ കയറി പോകണമെന്ന, അമലുകൾ എങ്ങനെ കയറി ആകാശത്തിലേക്ക് പോകണമെന്ന, ഓരോ ദിവസവും നമ്മുടെ അമലുകൾ എങ്ങനെ വാനലോകത്തേക്ക് കയറി പോകണമെന്നാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? തൂതിഉ കുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ, എല്ലാ കർഷകർക്കും ആവശ്യമായത് എല്ലാ സമയത്തും ഫലമായി കൊടുക്കുന്ന ഒരു മനോഹരമായ വൃക്ഷം പോലെ ഞാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, മതമുള്ളവന് ഇല്ലാത്തവന് ഞാൻ ഉപകാരിയാകണമെന്ന. സഹോദരങ്ങളെ, കർഷകർക്ക് യഥേഷ്ടം ഭക്ഷണം കൊടുക്കുമ്പോൾ, യഥേഷ്ടം ഫലം കൊടുക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയാകണം? അവന് പരിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന, അവന്റെ നോട്ടം പരിശുദ്ധമാകണം, അവന്റെ ഭാഷണം പരിശുദ്ധമാകണം, അവന് എല്ലാം, അവനിൽ നിന്ന് മറ്റുള്ളവരെ നേരിടുന്നത് മുഴുവൻ പരിശുദ്ധമാകണം, ത്വയ്യിബാകണമെന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു നിമിഷം ഒന്ന് ചിന്തിക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മളെ ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞത് പരിശുദ്ധമായ വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ അടിവേര് തായ്വേര് ഭൂമിയിൽ ഉറച്ചതുപോലെ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണക്കണമെന്നാണ്. അതിന്റെ ശിഖരങ്ങൾ വാനലോകത്തേക്ക് തലയെടുപ്പോടെ നിൽക്കുന്നത് പോലെ നമ്മുടെ അമലുകൾ ആകാശത്തിലോട്ട് കയറി പോകണമെന്ന. ഓരോ ദിവസം നമ്മുടെ അമല് കയറിപ്പോണ്ടേ. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അമലുകൾ കയറി പോകുന്ന, ആ അമലുകൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ദിവസമാണത്രേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അമലുകൾ ഉയർത്തപ്പെടുമ്പോ അന്ന് നോമ്പ് സുന്നത്താക്കി. ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച അമലുകൾ കയറി പോകുന്നു. ഓരോ ദിവസവും സുബഹിന് ശേഷവും അസറിന് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുകയാണ്. അസറിന് ശേഷം സുബഹിക്ക് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് സുബഹിക്കും ആ മഗ്രിബിന്റെ സമയത്തും അസറിന്റെ സമയത്ത് സുബഹിന്റെ സമയത്തും ഈ രണ്ട് വഖത്ത് നമസ്കാരത്തില്
ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സുബഹിയും അസറും എന്താ കാര്യം എന്നറിയോ? നമ്മുടെ പള്ളിയിൽ ഈ സുബഹിക്കും അസറിനും നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ മാലാകന്മാരുടെ സാന്നിധ്യമുണ്ട് 2 വഖത്ത്. എന്താ കാര്യം? മഗ്രിബിനും ഇശാക്കും ഒക്കെ ഉണ്ടാവും, പക്ഷെ അസറിനും സുബഹിക്കും വരുന്ന മലക്കുകൾ വേറെ സ്വഭാവക്കാരായ മലക്കുകളാ. 2 ഷിഫ്റ്റാണ്. ഇന്നിപ്പോ നമ്മളാണല്ലോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ജോലി. രാവിലെ 4 മണിക്ക് കയറിയാൽ വൈകുന്നേരം ഉച്ചക്ക് ഇറങ്ങാം അല്ലെ? 8 മണിക്ക് കയറിയാൽ വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങാം. 4 മണിക്ക് കയറിയാൽ പിറ്റേന്ന് രാവിലെ ഇറങ്ങാം. ഷിഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ജോലിക്കാരെ നിയമിക്കാറുണ്ട് ഓഫീസുകളിൽ. ആദ്യമായി ഷിഫ്റ്റ് ആയിട്ട് ജോലിക്കാരെ നിയമിച്ചത് അള്ളാഹുവാ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. സുബഹി നമസ്കാരത്തില് രാത്രി ഡ്യൂട്ടി ഇട്ട മലക്കുകൾ തിരിച്ചു കയറി പോകുന്ന സമയമാണ്. ഏത്? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്. സുബഹി നിസ്കാരം ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ, ഏത് മലക്കുകൾ? എനിക്ക് തലേ ദിവസം രാത്രി എന്റെ എല്ലാ കൃത്യമായ എന്റെ അമലുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്ക് സുബഹിക്ക് ജമാഅത്തിൽ എന്നോടൊപ്പം കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മലക്ക് രാത്രിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ ഒരൊറ്റ പോക്ക ആകാശത്തിലേക്ക്. അപ്പോ ഇതേ സുബഹി വഖത്തിന് രാവിലത്തെ ഡ്യൂട്ടിയുള്ള മലക്കുകളും പള്ളിയിലെത്തുന്നു. കാരണം അവര് പോയ ഉടനെ ഈ ഡ്യൂട്ടി അവരേറ്റെടുക്കുകയാണ്. ഇനി ഈ രാത്രി ഇപ്പൊ സുബഹി കഴിഞ്ഞ് പോയ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അടുത്ത അസറിന്റെ വഖത്തിനാണ് ഇറങ്ങി വരുന്നത്. അസറിന്റെ വഖത്തിന് വന്ന് കൂടും. അപ്പോ ഈ ഡ്യൂട്ടി ഏറ്റെടുത്ത മലക്കുകള്, സുബഹിക്ക് ശേഷം ഏറ്റെടുത്ത മലക്കുകൾ അസർ നിസ്കാരത്തിന് ജമാഅത്തിൽ കൂടിയിട്ട് അവര് കയറി പോകും. അപ്പോ ഈ മലക്കുകൾ 2 ഷിഫ്റ്റിലുള്ള മലക്കുകളും നമ്മോടൊപ്പം ഹാജരാകുന്ന 2 വഖത്തുകൾ സുബഹിയും അസറുമാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്ത് വില കൊടുത്തും ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ഈ സമയത്ത് നമസ്കാരം നമ്മൾ മുടക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ കയറി ചെല്ലുമ്പോ അള്ളാഹ് ചോദിക്കും, നീ വന്നപ്പോൾ എന്റെ അടിമ എന്ത് ചെയ്യുന്നു? നിസ്കാരത്തിലായിരുന്നു. ഏത്? സുബഹി. ശരി, നീ ഇന്നലെ ചെന്നപ്പോ അവൻ എന്തായിരുന്നു? നിസ്കാരത്തിലായിരുന്നു. ഏത്? തലേ ദിവസത്തെ അസർ. അതുപോലെ അടുത്ത മലക്കിനോടും ചോദിക്കും. അപ്പൊ ഓരോ ദിവസവും അമലുകൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ആഴ്ചത്തെ മുഴുവനായിട്ടുള്ള അമലുകൾ വ്യാഴാഴ്ച ഉയർത്തപ്പെടും. അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകൾ ഉയർന്നു പോകണം. അതാണ് പരിശുദ്ധ വൃക്ഷത്തിന്റെ ശിഖരങ്ങളെ ഉപമിച്ചിരിക്കുന്നത്. ഇനി പറയുന്നത് എന്താ? തൂത്തി ഉകുലഹ കുല്ലഹീൻ. എപ്പോഴും അതിന്റെ കർഷകന് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ വൃക്ഷം. നമ്മളും അങ്ങനെ ആകണം. എങ്ങനെ? എല്ലാവർക്കും ഗുണം ഉണ്ടാകണം. നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാകണം. ഗുണമില്ലാത്തവൻ മരിച്ചാൽ, ഗുണമില്ലാത്തവന് മരണപ്പെട്ടാൽ ആ നാട് മുഴുവന് സന്തോഷിക്കുമെന്ന അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് മരണപ്പെടുമ്പോൾ ഒന്നുകിൽ അവന് സന്തോഷിക്കുന്നവനാകും, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവനാകും. എങ്ങനെയാണ് സന്തോഷിക്കുക? അവന് നല്ലവനാണെങ്കിൽ അവന് ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് അവന് സന്തോഷമാണ്. ഇനി ചില ആളുകളും സന്തോഷിക്കുകയില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. അവരാരെന്നറിയോ? ഈ നാട്ടിൽ ഗുണമില്ലാതെ കിടക്കുന്ന സാധനങ്ങളാണ്. ആ നാട്ടിലെ ജനങ്ങളെ മുഴുവനും സന്തോഷിക്കുന്നവന്റെ മരണത്തിൽ, ഈ നാട്ടിലെ ഈ കോഴികൾ പോലും, ഈ നാട്ടിലെ നായകൾ പോലും, ഈ നാട്ടിലെ ആട്ടിൻകുട്ടികൾ പോലും സന്തോഷിക്കുമെന്നാണ് നമ്മുടെ മരണത്തിൽ. ഈ നാട് പോലുവഴി ഈ നാടും ഈ നാട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുകളും സന്തോഷിക്കുമെന്നും മരിച്ചു കിട്ടിയല്ലോ എന്ന്. അപ്പോ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളവരാകണം. നമ്മൾ ജനങ്ങൾക്ക് ഉപകാരം അപ്പൊ മുഅ്മിനായ ഒരു മനുഷ്യനെ നമ്മളെ പരിചയപ്പെടുത്താൻ, ഒരു വ്യക്തി എന്നെ പരിചയപ്പെടുത്താൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷം പരിശുദ്ധ വൃക്ഷത്തോടാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി എന്ന് പറയുന്ന, ത്വയ്യിബത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ത്വയ്യിബത്താകണം. നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ത്വയ്യിബത്താകണം.
നമ്മുടെ നാടായാ പോരാ, മണ്ണായാ പോരാ, വൃക്ഷങ്ങളായാ പോരാ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ പരിശുദ്ധമാകണം. അതിന് പറയുന്നത് റീഹുൻ തയ്യിബാ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയല്ലോ സൂറത്ത് യൂനുസിലൂടെ. അല്ലാഹ് പറയുകയാണ് ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹരി ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബാ വഫരിഹൂ ബിഹാ. സഹോദരങ്ങളെ, കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ പറ്റി അല്ലാഹ് പരിചയപ്പെടുത്തുകയാ. ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹരി, കരയിലെ കടലിലും നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹ്. ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽഖി, നിങ്ങൾ കപ്പലിലായി കഴിഞ്ഞാൽ വജറൈന ബിഹിം, നിങ്ങളെ കൊണ്ട് ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ബിരീഹിൻ തയ്യിബാ, പരിശുദ്ധമായ കാറ്റ് വന്നിട്ട് കപ്പലിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാ. പരിശുദ്ധമായ കാറ്റ് വന്ന് കപ്പലിനെ കൊണ്ടുപോവുകയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞാൽ ഇളം തെന്നലാണ്. ആ ഇളം തെന്നൽ വന്ന് ആ കപ്പലിനെ കൊണ്ടുപോകുമ്പോ സഹോദരാ ഫരിഹൂ ബിഹാ, അതിനകത്തുള്ള ആളുകളൊക്കെ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? യാതൊരു അപകടവുമില്ലാതെ കപ്പൽ സുസജ്ജമായി മുന്നോട്ട് പോവുകയാ. അതിന്റെ ചാനലിലൂടെ, സമുദ്രത്തിന്റെ സാഗരത്തിന്റെ ചാനലിലൂടെ അതിങ്ങനെ മുന്നോട്ട് ഗമിക്കുമ്പോ സഹോദരങ്ങളെ, മനോഹരമായ യാത്ര ചെയ്യാൻ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് യാത്രക്കാരെയും എത്രയോ ടൺ ഭാരം വഹിച്ചുകൊണ്ട് കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടുടനെ അല്ലാഹ് പറയുന്നത് അവരെ സന്തോഷം അതിക്രമിച്ചു പോയി. അവരുടെ സന്തോഷം അതിര് വിട്ടുപോകുമ്പോ അവസാനം സംഭവിക്കുന്നത് എന്തെന്നറിയോ? അവസാനം സംഭവിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് വന്ന് കപ്പലിനെ തകർത്ത് കളയുകയാണ്. ഒരു കൊടുങ്കാറ്റ് വന്ന് കപ്പലിനെ തകർത്ത് കളയുകയാണ്. സഹോദരങ്ങളെ, അവിടെ കൊണ്ടുപോകുന്ന കാറ്റിനെ ഇളം തെന്നലിനെ പരിചയപ്പെടുത്തിയത് റീഹുൻ തയ്യിബ എന്ന പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞുകൊണ്ടാ. നമ്മുടെ ചുറ്റും അടിച്ചു വീശുന്ന കാറ്റ് കൊടുങ്കാറ്റായാ പോരാ, അടിച്ചു വീശുന്ന കാറ്റ് ഓക്കിയായാ പോരാ. സഹോദരങ്ങളെ, ഒരിക്കലും കൊടുങ്കാറ്റായ നമ്മുടെ ജീവിതത്തിന്റെ ആ അവസ്ഥ തന്നെ താളം തെറ്റിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ കൊള്ളേണ്ട കാറ്റ് പരിശുദ്ധമായ കാറ്റാ. അന്തരീക്ഷം പോലും തയ്യിബത്താകണമെന്നാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല മുസ്ലിമേ, നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്ന കാറ്റ് പോലും പരിശുദ്ധമാകണമെന്നാണ്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ സമീപനമാണ്. ഒരു മുസ്ലിമിന്റെ സമീപനമാണെങ്കിൽ കേട്ടോ, പരിശുദ്ധമായ കാറ്റടിച്ച് വീശുന്ന നാട്ടില്, പരിശുദ്ധമായ മണ്ണുള്ള നാട്ടില്, പരിശുദ്ധമായ വ്യക്തിത്വമുള്ള ഞാനും നിങ്ങൾ നല്ല ഒരു ഭവനമുണ്ടാക്കുമല്ലോ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വീടാണല്ലോ. ആ വീട് എങ്ങനത്തെ വീടാകണം? മസാകിനു ത്വയ്യിബാ, അതും പരിശുദ്ധമായ മസ്കനാകണമെന്ന അവിടെയും അല്ലാഹു പരിചയപ്പെടുത്തിയത് ത്വയ്യിബത്തായ മസ്കനം എന്നാണ്. സൂറത്തു തൗബയിൽ നമുക്ക് കാണാം, അല്ലാഹ് പറയുന്നുണ്ട് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ خالدين فيها ومساكن طيبة في جنات عدن. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയിലൂടെ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാ, എന്റെ മുന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളെ വൽ മുഅ്മിനാത്ത്, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാകുന്ന മുഅ്മിനത്തുകളായ വിശ്വാസിനികളായ ഒരു സമൂഹത്തിന് അല്ലാഹ് കൊടുക്കുന്നത് എന്തെന്നറിയോ? അല്ലാഹ് വാഗ്ദാനം ചെയ്യുകയാണ് ജന്നാത്തിന തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തെ കളകളാരവം മുഴക്കുന്ന അരുവികളുള്ള തോട്ടങ്ങളല്ല നൽകുന്നതാണ്. ആ തോട്ടങ്ങൾ മാത്രമല്ല, സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് ചിന്തിക്കണ്ട. സ്വർഗമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തോട്ടമെന്നാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് കരുതണ്ട. നമ്മൾ കരുതുന്നത് എന്താണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ വെള്ള കൊട്ടാരം അല്ലല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടം, ജന്നത്ത്. അതുകൊണ്ടാണ് പള്ളി വെച്ചു കൊടുക്കുന്നവന് എന്താ പറഞ്ഞത്? ഒരു കുരുവി കൂടിന്റെ അളവ് ഒരാൾ ഒരു പള്ളി വെച്ചു കൊടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, തോട്ടത്തിൽ അല്ലാഹു ഒരു കെട്ടിടം പണിത് കൊടുക്കും. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ചില അമലുകൾ, ഈ വീട് നിർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതെ അല്ലാഹ് നീ എനിക്ക് സ്വർഗം താ, അല്ലാഹ് സ്വർഗം താ എന്ന് പറഞ്ഞാൽ വെറും തോട്ടം മാത്രം അല്ലാഹ് തന്നേക്കും.
അപ്പൊ വീടുണ്ടാക്കാനുള്ള കാര്യം കൂടെ ചെയ്തിട്ട് പോണം. വീടുണ്ടായാൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കണമെന്നല്ലേ ദുനിയാവിൽ? ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഒരു റിപ്പോർട്ടിൽ, സുബ്ഹാനല്ലാഹ് അത് മറ്റൊരു റിപ്പോർട്ടിൽ. തസ്ബീഹ് ചൊല്ലിയാൽ അവന് നാളെ ആ സ്വർഗത്തിൽ അഥവാ തോട്ടത്തില് അവന് വൃക്ഷങ്ങളെ സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് തോട്ടമുണ്ടെന്നേ അർത്ഥമുള്ളൂ സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു മോമിനായ മനുഷ്യനും ഒരു മോമിനായ ആണിനും പെണ്ണിനും അല്ലാഹു വഅദ ചെയ്യുന്നു ജന്നാത്തിൻ തോട്ടം. തോട്ടം തജ്രീ മിൻ തഹ്തിഹാ, തോട്ടത്തിന്റെ അടിവാരത്ത് കൂടി ഒഴുകുന്നു അൽ അൻഹാറു, നദികൾ. എന്നിട്ടോ അല്ല തോട്ടവും അരുവിയും മാത്രമല്ല തരുന്നത്, ഖാലിദീന ഫീഹാ, ആ തോട്ടത്തിൽ അവരെ ശാശ്വതരാകും. മാത്രമല്ല വമസാകിന ത്വയ്യിബാ, പരിശുദ്ധമായ വീടും അവിടെ ആ തോട്ടത്തിൽ അല്ലാഹു പണി കഴിപ്പിക്കുന്നതാണ്. ഫി ജന്നാത്തി ആദിൻ, ഏദൻ തോട്ടത്തില് അല്ലാഹു തആല മനോഹരമായ ഒരു വീടും നിനക്ക് നിർമ്മിച്ചു തരും. അപ്പൊ മുഅ്മിനാകണം. മുഅ്മിനായ അല്ലാഹു തരുന്നത് മസാകിന ത്വയ്യിബ, പരിശുദ്ധമായ വീട്, പരിശുദ്ധമായ വീട്.